ഇപ്പോൾ അഫാനെ തെളിവെടുപ്പിനായി പാങ്ങോടെ ആ ഉമ്മൂമ്മയുടെ വീട്ടിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. സുരക്ഷാ സംവിധാനങ്ങൾ അവിടെ ഉറപ്പാക്കിയിട്ടുണ്ട്. ഈ വീട്ടിൽ ഈ ഉമ്മൂമ്മ ഒറ്റയ്ക്കാണ് താമസിച്ചിരുന്നത്. തെളിവെടുപ്പിനായി അഫാനെ പാങ്ങോട്ടെ ഉമ്മൂമ്മയുടെ വീട്ടിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. വലിയ പോലീസ് കാവലിലാണ് ഈ തെളിവെടുപ്പ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഈ ഉമ്മൂമ്മയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് അഫാന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി കസ്റ്റഡിയിൽ വാങ്ങിയത്. ഇന്ന് തെളിവെടുപ്പിന് കൊണ്ടുപോകുമെന്ന് നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. ഇന്ന് രാവിലെ അതിനിടയ്ക്കാണ് പോലീസ് സ്റ്റേഷനിൽ സെല്ലിൽ കുഴഞ്ഞു വീണത്. അമൽ തേനമ്പറമ്പിൽ വിവരങ്ങളുമായി നമുക്കൊപ്പം അവിടെ നിന്ന് ചേരുന്നുണ്ട്. അമൽ, വലിയ പോലീസ് കാവൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ദൃശ്യങ്ങളിൽ. അതല്ലാതെ നാട്ടുകാരൊക്കെ അവിടെ തടിച്ചു കൂടിയിട്ടുണ്ട് ഈ തെളിവെടുപ്പുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ അറിയാനും കാണാനും. വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾക്ക് നടുവിലാണ് ഇപ്പോൾ പ്രതി അഫാനെ സൽമ ബീവിയുടെ വീട്ടിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഇവിടെ നാട്ടുകാർ തടിച്ചുകൂടിയിട്ടുണ്ട്. നാട്ടുകാരുടെ ഭാഗത്തു നിന്നും എന്തെങ്കിലും തരത്തിലുള്ള പ്രകോപനം ഉണ്ടായാൽ അത് നേരിടുന്നതിനാവശ്യമായ പോലീസ് സന്നാഹവും ഒരുക്കിയിരുന്നു. രാവിലെ ഇവിടേക്ക് അഫാനെ എത്തിച്ച് തെളിവെടുക്കുന്നതിനുള്ള തീരുമാനമായിരുന്നു ആദ്യം ഉണ്ടായിരുന്നതെങ്കിൽ നമ്മൾ രാവിലെ കണ്ട നാടകീയ സംഭവങ്ങളുണ്ട്. അഫാൻ കുഴഞ്ഞു വീഴുന്നതായുള്ള ഒരു സംഭവം ഉണ്ടായി. അതിനുശേഷം ആശുപത്രിയിലേക്ക് എത്തിക്കുന്നു. അവിടെ കുറേ സമയം വേണ്ടി വന്നു. പിന്നീട് തിരികെ കൊണ്ടുവന്നതിന് ശേഷവും എപ്പോൾ തെളിവെടുപ്പിന് കൊണ്ടുവരണമെന്ന കാര്യത്തിൽ ഒരു ധാരണ പോലീസിന് ഉണ്ടായിരുന്നില്ല. അതിനുശേഷമാണ് വൈകുന്നേരത്തോടെ എത്തിച്ചാൽ മതി എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. ഇപ്പോഴെന്തായാലും ഈ സൽമ ബീവിയെ കൊലപ്പെടുത്തിയ വീട്ടിലേക്ക് അഫാനെ എത്തിച്ചിരിക്കുകയാണ്. ആദ്യ അറ്റംപ്റ്റ് ടു മർഡർ, അതായത് സ്വന്തം മാതാവിനെ കഴുത്ത് ഞെരിച്ചു കൊല്ലാനുള്ള ശ്രമം നടത്തിയ ശേഷം അഫാൻ നേരെ വന്നത് ഇവിടേക്കാണ്. 24-ാം തീയതി 11 മണിക്കും 12:30ക്കും ഇടയിൽ ഇവിടെ ഒരു കൊലപാതകം നടന്നു. ആ വീട്ടിലാണ് ഇപ്പോൾ തെളിവെടുപ്പ് പുരോഗമിക്കുന്നത്. ഇവിടെ വന്ന് സൽമ ബീവിയെ തലക്കടിച്ച് കൊലപ്പെടുത്തുകയും സൽമ ബീവിയുടെ കഴുത്തിലുണ്ടായിരുന്ന മാല എടുത്തുകൊണ്ട് പോവുകയും ചെയ്തു. അതിനുശേഷം നേരെ പോയത് വീട്ടിലേക്കാണ്. ഇവിടുത്തെ തെളിവെടുപ്പിന് ശേഷം ഒരു ഫിനാൻസ് സ്ഥാപനത്തിൽ നിന്നും അഫാൻ പണം കൈപ്പറ്റിയിരുന്നു. അവിടേക്ക് പണം തിരികെ കൊടുക്കാനായി പോയി. അപ്പോൾ ആ സ്ഥാപനത്തിലേക്ക് എത്തിക്കാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നു. അതോടൊപ്പം CDMA മെഷീനിൽ പൈസ ഇട്ട് എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അപ്പോൾ ആ പണം നിക്ഷേപിച്ച് CDMA മെഷീനും ഒരുപക്ഷെ പോലീസ് അഫാനെ ഇറക്കി തെളിവെടുപ്പ് നടത്തിയേക്കും. അതിനുശേഷം വീട്ടിലേക്ക് ഈ വെഞ്ഞാറമൂട് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ ഒരു ആലോചനയും പോലീസിന്റെ ഭാഗത്തു നിന്നുമുണ്ട്. അതെല്ലാം ആശ്രയിച്ചിരിക്കുന്നത് ഇവിടുത്തെ തെളിവെടുപ്പ് എത്ര സമയം നീളും എന്നതിനെ കണക്കാക്കിയായിരിക്കും. എന്തായാലും നിലവിൽ വീട്ടിൽ തെളിവെടുപ്പ് പുരോഗമിക്കുകയാണ്. ആര്യ, ഇത് കഴിഞ്ഞ് ഈ മാല പണയം വെച്ചല്ലോ അവിടെ നിന്ന് പണം എടുക്കാൻ വേണ്ടി, അവിടേക്ക് ഇന്ന് തെളിവെടുപ്പ് ഉണ്ടാകുമോ അമൽ? അതോ ഈ വീട്ടിൽ മാത്രമായിരിക്കും തെളിവെടുപ്പ്? അതായത് ഈ പോലീസിന് ഈ പാങ്ങോട് പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസുമായി ബന്ധപ്പെട്ട് അവർക്ക് പോകാനുള്ള സ്ഥലങ്ങളെന്ന് പറയുന്നത് പ്രതി ഈ ചുറ്റിക വാങ്ങിയ കടയുണ്ട്. അതോടൊപ്പം തന്നെ പണം നിക്ഷേപിച്ച ഈ ഫിനാൻസ് സ്ഥാപനത്തിൽ നിന്നും പണം വാങ്ങി ചുറ്റിക വാങ്ങിയതിന് ശേഷം നേരെ വന്നത് ഇവിടേക്കാണ്. ചുറ്റികയും മറ്റ് സാധനങ്ങളും വാങ്ങി അവിടെ നിന്നുള്ള CCTV ദൃശ്യങ്ങൾ പോലീസിന് ശേഖരിക്കാനായിട്ടുണ്ട്. അതിനാൽ അവിടെ പോയി ഉള്ള തെളിവ് എടുപ്പ് വേണം എന്നുള്ളൊരു നിർബന്ധം പോലീസിനില്ല. പക്ഷേ അതുവഴിയാണ് പിന്നീട് നേരെ ഇവിടെ ഒന്ന് കൊലപാതകം നടത്തിയതിനു ശേഷം മടങ്ങിയത് വെഞ്ഞാറമൂട്ട വീട്ടിലേക്കാണ്. അപ്പോൾ അവിടെ കൂടി എത്തിക്കേണ്ടതുണ്ട്. അപ്പോൾ ആ പോകുന്ന വഴിക്ക് ഒരു പക്ഷേ ഈ ഫിനാൻസ് സ്ഥാപനത്തിലോ അല്ലെങ്കിൽ ഈ പറയുന്ന സാധനങ്ങൾ വാങ്ങിയ കടയിലോ CDMA മെഷീനിലൊക്കെ ഇറക്കി ഉള്ള ഒരു തെളിവെടുപ്പ് അത് വേഗത്തിൽ പൂർത്തീകരിക്കാൻ കഴിയുന്നതാണ്. പക്ഷേ ഇതുപോലുള്ള ജനക്കൂട്ടം അവിടെയും ഉണ്ടാകുമോ എന്നൊരു കാര്യം പോലീസിനെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. നിലവിൽ എന്തായാലും ഇവിടുത്തെ തെളിവെടുപ്പ് എപ്പോൾ അവസാനിക്കും എന്നതിനെ ആശ്രയിച്ചിരിക്കും മറ്റ് സ്ഥലങ്ങളിലേക്കുള്ള പോക്ക്. പകൽ സമയത്ത് തന്നെ തെളിവെടുപ്പ് പൂർത്തിയാക്കണം എന്നൊരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. അതിനാൽ തന്നെ സൂര്യൻ അസ്തമിക്കും മുൻപ് ഇവിടെ നിന്നും മടക്കിക്കൊണ്ട് പോകേണ്ടതുണ്ട്. തെളിവെടുപ്പ് പൂർത്തിയാക്കേണ്ടതുണ്ട്. ഇപ്പോൾ സമയം വൈകിയിരിക്കുന്നു. രാവിലെ പറഞ്ഞ സമയത്താണെങ്കിൽ ഇതൊക്കെ നടന്നേനെ. പക്ഷേ ഇപ്പോഴത്തെ ഒരു സമയം കൂടി കണക്കാക്കുമ്പോൾ വെഞ്ഞാറമൂട് എത്തി 4:39 ഇപ്പോൾ സമയം. അപ്പോൾ ഇവിടുത്തെ തെളിവെടുപ്പ് പൂർത്തിയാക്കി ഇവിടെ നിന്നും വെഞ്ഞാറമൂട് പോയി കുറച്ച് ദൂരമുണ്ട്. വെഞ്ഞാറമൂട് പോയി അവിടുത്തെ തെളിവെടുപ്പ് പൂർത്തിയാക്കാൻ കഴിയുമോ എന്നൊരു പ്രശ്നം നിലനിൽക്കുന്നു. ഇപ്പോഴെന്തായാലും പോലീസിന്റെ പ്രഥമ പരിഗണന ഈ വീട്ടിൽ നിന്നുള്ള കാര്യങ്ങളെല്ലാം ചോദിച്ചറിയുക. ഇവിടെ വന്ന് അധിക സമയം അഫാൻ ഇവിടെ തങ്ങിയിരുന്നില്ല. വന്ന് സംസാരമുണ്ടാകുന്നു. സംസാരത്തിന് തൊട്ട് പിന്നാലെ തന്നെ ഈ സൽമ ബീവിയെ തലക്കടിച്ച് കൊലപ്പെടുത്തുന്നു. അതിനുശേഷം ഇവിടെ നിന്ന് മടങ്ങുന്നു. അധികം സമയം ഇവിടെ ഉണ്ടായിരുന്നില്ല. അതിനാൽ വളരെ കുറച്ച് കാര്യം മാത്രമാണ് ഇവിടെ സൽമാന് പറയാനുള്ളത്. മറ്റു കാര്യങ്ങളെല്ലാം മൊഴിയായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തുകൊണ്ട് കൊലപാതകത്തിലേക്ക് നയിച്ചു എന്നുള്ള കാര്യമെല്ലാം മൊഴിയായി നേരത്തെ തന്നെ അഫാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതിനാൽ തന്നെ അക്കാര്യങ്ങളൊന്നും ഇവിടെ നിന്നും ചോദിച്ചറിയലുണ്ടാകില്ല. ഇവിടെ വന്ന് എന്തായിരുന്നു അന്നത്തെ സാഹചര്യം എന്നുള്ളൊരു കാര്യം ചോദിച്ചറിഞ്ഞ് ഇവിടെ നിന്ന് മടങ്ങും. കൊലപ്പെടുത്താൻ ഉപയോഗിച്ച ചുറ്റികയടക്കം വെഞ്ഞാറമൂട്ടിലെ സ്വന്തം വീട്ടിലേക്കാണ് പിന്നീട് അഫാൻ കൊണ്ടുപോയത്. അതിനാൽ കൂടുതൽ തെളിവെടുപ്പുകളും മറ്റും ഈ ആദ്യ കേസുമായി ബന്ധപ്പെട്ട് പോലീസിന് അധികം ബുദ്ധിമുട്ടേണ്ടി വരില്ല എന്നുള്ളതാണ് ഈ അന്വേഷണ ഉദ്യോഗസ്ഥരൊക്കെ വ്യക്തമാക്കുന്നത്. പക്ഷേ ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോടതിയിൽ ഹാജരാക്കി നേരെ കിളിമാനൂർ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും. ആ 2 മരണം, അതായത്
ഈ പിതാവിൻ്റെ സഹോദരനും സഹോദരൻ്റെ ഭാര്യയും അവരെ രണ്ടുപേരെയും കൊലപ്പെടുത്തിയ കേസുമായി ബന്ധപ്പെട്ട് കിളിമാനൂർ പോലീസിൻ്റെ നേതൃത്വത്തിലാണ് കിളിമാനൂർ CIക്കാണ് അന്വേഷണ ചുമതലയുള്ളത്. അപ്പോൾ കിളിമാനൂർ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും. അതിനുശേഷമായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട ഈ കേസുമായി ബന്ധപ്പെട്ട സ്ഥലമെന്ന് പറയുന്ന വെഞ്ഞാറമൂടെ അഫാൻ്റെ വീട്. അവിടെ 2 കൊലപാതകങ്ങളും ഒരു കൊലപാതക ശ്രമവും നടന്ന വീടാണ്. അപ്പോൾ ആ വീട്ടിലേക്ക് എത്തിച്ചുള്ള തെളിവെടുപ്പാകും ഏറ്റവും സങ്കീർണമായി മാറുക. കാരണം ഈ വന്ന സ്ഥലങ്ങളിലെല്ലാം ഇപ്പോൾ ഈ നമ്മൾ വന്ന പാങ്ങോടെ വീട്ടിലടക്കം വന്ന് മടങ്ങേണ്ടതുണ്ട് പോലീസിന്. അപ്പോൾ ആ ഒരു അന്വേഷണം അത് വെഞ്ഞാറമൂട് CIയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. അങ്ങനെ ഈ കേസുമായി ബന്ധപ്പെട്ട് പരമാവധി തെളിവുകൾ ശേഖരിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ കൂടി ഏറ്റവും ഒരു പ്രതിസന്ധി ഉണ്ടാക്കുന്ന തെളിവെടുപ്പ് എന്ന് പറയുന്നത് അവസാന ഘട്ടത്തിലാകും. നിലവിൽ എന്തായാലും സൽമാ ബീവിയുടെ പാങ്ങോടത്തെ വീട്ടിലെ തെളിവെടുപ്പ് പുരോഗമിക്കുകയാണ്. ആര്യ.